അരിയുടെ കേട്ടോ. രാവിലെ ഉണ്ണിക്ക് കുടിക്കാം. നല്ല വെള്ളം തിളച്ച് വേണം. ആ തിളച്ച വെള്ളം കുളിക്കുമ്പോൾ ചൂടുവെള്ളം. ചോറ് വേകും ചെയ്യും, വെള്ളം റെഡിയാവും ചെയ്യും. ഇനി വെള്ളത്തിൽ ജീരകം ഇട്ട് ആറമ്മിക്കും. നമുക്ക് കുടിക്കാൻ വേറെ വയ്ക്കൂട്ടോ ഒരു ചട്ടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ. അതെ. എന്താ അതൊരു കുഞ്ഞടുപ്പുണ്ട്, 3 വിറകുണ്ട്. ചോറ് വേകട്ടെ, ചായ കുടിക്കട്ടെ. ചായ റെഡി ആയിട്ടാ. മുമ്പുണ്ട് മതി കേട്ടോ ചായ. ഒരാൾക്ക് മധുരം മതി. ഒരാൾക്ക് മധുരം വേണ്ട, ഒരാൾക്ക് ചായ വേണ്ട. എനിക്ക് മാത്രം പഞ്ചസാര. വീട്ടിൻ്റെ അടിപൊളി ചായ ഉണ്ടോ, നമുക്ക് കുടിക്കട്ടെ. സൂപ്പർ ചായ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ മറ്റേ ഇതെന്താണ്, ബജിക്കായ കേട്ടോ. പൊന്തങ്കായ പറയും നമ്മുടെ അവിടെയൊക്കെ. ഇത് സാധാരണ പച്ചക്കായല്ല, പൊന്തക്കായാണ്. വാഴയ്ക്ക വെച്ചിട്ട് സിമ്പിളായൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതിന് സിമ്പിളുണ്ടോ സംശയമാണ്. അത് ഞാൻ ടൗണിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. കുറേ കാലമായി. ഇവിടെ വന്നിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കറി എങ്ങനെ വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. എന്നും പറയുന്ന പോലെ എന്നും പറയാം. നമുക്ക് വാഴയ്ക്ക കറി വയ്ക്കാം. അതിനുവേണ്ടി കുറച്ച് പരിപ്പ് വേവിക്കാൻ വെക്കാം കേട്ടോ. 1 ഗ്ലാസ് പവരപ്പരിപ്പ് നന്നായി കഴുകി കാണട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് വിസിൽ വരെ നന്നായി വേകട്ടെ കേട്ടോ. പരിപ്പ് എന്താ നോക്കാം. സൂപ്പറായി വന്നിട്ടാ. ഞാൻ ചട്ടിയിലേക്ക് മാറ്റട്ടെ. ചട്ടിയിലേക്ക് മാറ്റാം. നമ്മുടെ വാഴയ്ക്ക ഇട്ട് കൊടുക്കട്ടോ. 3 ചെറിയ വാഴയ്ക്കാണ്. മഞ്ഞ കളറായി മഞ്ഞപ്പൊടി ഇട്ടിട്ട്. വളരെ സിമ്പിളായൊരു കറി കേട്ടോ. തേങ്ങയില്ല, പുളി ഒഴിക്കാത്ത. ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വേകട്ടെ. വാഴയ്ക്ക് വന്താ നോക്കാം. കറി റെഡി ആയിട്ടോ. അതിൽ എരിവിട്ടിട്ടില്ല. ഓഫാക്കാം. എരിവ് ലാസ്റ്റ് ഇടുള്ളൂ. ചീച്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി, 5-6 വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് ചതച്ച മുളക് ഇട്ടാണ്. ഒരു 6-7 മുളകുണ്ട്. എല്ലാം കൂടി ചതച്ചെടുത്താണ്. രണ്ട് കറിവേപ്പില.
എല്ലാം ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. ഉള്ളി നന്നായി മൂത്ത് വന്നു. ഇതിലേക്ക് കൊട്ടി കൊടുക്കാട്ടോ. ഇതേപോലെ കായ് വാഴയ്ക്ക കിട്ടിയാൽ വെച്ച് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പുളിയില്ലാത്ത കറിയാണ്. നല്ല അച്ചാറ് കൂട്ടി, കണ്ണിമാങ്ങ അച്ചാറ് കൂട്ടി കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. വെക്കാത്തവരെ വെച്ച് നോക്ക്. ബീട്രൂട്ട് തോരൻ വെക്കാൻ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ വെച്ചു. കുറച്ച് മതി. കടുക് ഇട്ട് കൊടുക്കുക. സവാളയും പച്ചമുളകും ഇട്ടാൽ ഒരു കണ്ട് കറിവേപ്പില, നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അരക്കിലോ ബീട്രൂട്ട് വാങ്ങിയിട്ട് ഇത്രയേ ഉള്ളൂ. ചെടിയൊക്കെ ഉണ്ടായിരുന്നു വാങ്ങിക്കുമ്പോൾ. ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് വേഗം കേട്ടാ. ചെറിയ തീയിലിടാം. ബീട്രൂട്ട് വെന്താ നോക്കാം. സൂപ്പറായി വന്നു കേട്ടോ. ഒന്നും കാണാനില്ല. അല്ലെങ്കിൽ കുറച്ച് തേങ്ങിട്ട് കൊടുക്കാം. നമ്മുടെ തോരൻ റെഡിയായിട്ടാണ്. ചോറാക്കി കൊടുക്കാൻ വിറക് വാങ്ങി തന്നെ. ഏട്ടൻ മഴ വരുമ്പോഴേക്കും എടുത്ത് വെക്കുകയാണ്. കുറച്ചാ വാങ്ങിയിട്ടുള്ളൂ. റബ്ബറിൻ്റെ വിറകാണ്. അളന്ന് മുറിച്ച് സ്കെയിൽ വെച്ചിട്ട് മുറിച്ചിരിക്കുന്നുണ്ട്. എല്ലാം പച്ചയാണ്. പച്ച വിറകാണല്ലേ? ഞങ്ങൾ ആശുപത്രി പോയിട്ട് വന്നേ ഉള്ളൂ. നമ്മുടെ കറി അവിടെ അങ്ങനെ ഇരുട്ട്, കറണ്ട് പോയതാണ്. ഇതേപോലെ വെക്കുക. വാഴയ്ക്ക് കിട്ടുമ്പോൾ ഒന്ന് വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. തീരെ പുളിയില്ല. പക്ഷെ അച്ചാർ കൂട്ടി കഴിക്കണം കേട്ടോ. അച്ചാർ വേണ്ട പറഞ്ഞിട്ടാ ഞങ്ങൾ. എന്താ വളരെ സിമ്പിളുള്ളൊരു കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു. എത്രയാ പ്രാവ് നോക്ക്.